തിരുവചന ചിന്തകളിലേക്ക് കടപ്പാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾക്ക് ആർക്ക് പറയാം നമ്മുടെ ഈ വർഷ തീം എന്താണ്? ഒന്നാർക്ക് പറഞ്ഞേ, വാച്ച് യുവർ സ്റ്റെപ്സ്. നിങ്ങളുടെ കാലടികളെ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. അതാണ് നമുക്ക് ഈ വർഷത്തെ ക്യാമ്പിന് ദൈവം നൽകിയ തീം. ഞാൻ ആ തീമിൽ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിപ്പാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. നിങ്ങളുടെ കയ്യിൽ എത്ര പേരുടെ ബൈബിളുണ്ട്? എത്ര പേരുടെ ബൈബിളുണ്ട്? ഓക്കെ, ബൈബിളുണ്ട് കൊണ്ടുവന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ബൈബിളും തുറന്നേ. എല്ലാവരും തുറക്കണം. നമ്മൾ ആ ബൈബിളിൽ നിന്ന് തന്നെ വാക്യങ്ങൾ വായിച്ച് എന്താണ് ആ തീമിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാനുള്ളത് എന്നൊന്ന് ചിന്തിക്കാനായിട്ട് പോകുക. വാക്യം നിങ്ങൾ കാണാതറിയാമോ? എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഞാൻ വായിക്കാമേ. നിങ്ങളെല്ലാവരും ദൈവവചനം തുറന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എടുത്ത പ്രിയപ്പെട്ടവരെല്ലാം ഒന്ന് ഉയർത്തി കാണിച്ചേ. ആഹാ, ബോയ്സിൻ്റെ സൈഡിൽ ബൈബിൾ ആരും കൊണ്ടുവന്നിട്ടില്ലേ? നിങ്ങളൊന്ന് കൈ ഉയർത്തി കാണിച്ച് ബൈബിളൊന്ന് എടുത്ത് കാണിച്ച്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആ വാക്യം വായിക്കാൻ നിങ്ങൾ എല്ലാവരും നോക്കണം. 15-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഒന്നുകൂടെ വായിക്കാം. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഇന്നലെ മുതൽ നമ്മൾ ഈ തീമിൽ നിന്നും ഈ വാക്യത്തിൽ നിന്നും സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുക. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു വിശ്വസിക്കുക. ഇന്നും നാം ഒരു പുതിയ സെക്ഷൻ ഇവിടെ ആരംഭിക്കുക. അതുകൊണ്ട് ഇന്നലെ നമ്മൾ ചിന്തിച്ചതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് ആ വാക്യത്തിലൂടെ നമ്മളോട് എന്താണ് ദൈവത്തിന് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. ഈ ലേഖനത്തെ നമ്മൾ പഠിച്ചാൽ പ്രധാനമായും നമുക്ക് കാണുവാൻ കഴിയുന്ന ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വസിക്കുക എന്നതാണ്. ഡ്വെൽ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? വസിക്കണം. ക്രിസ്തുവിനോട് കൂടെ എന്നുള്ളതല്ല, ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? വസിക്കണം. അതാണ് പ്രധാനമായ ചിന്ത നമുക്ക് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 6 അധ്യായങ്ങളാണ് പ്രധാനമായും ഈ ലേഖനത്തിൽ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 6 അധ്യായങ്ങൾ. ഈ 6 അധ്യായങ്ങൾക്കകത്ത് ആദ്യത്തെ 3 അധ്യായങ്ങൾ നമ്മുടെ വിശ്വാസം എന്ത് എന്ന് വളരെ വ്യക്തമായി പറയുക. അല്ലെങ്കിൽ ഞാൻ അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദൈവത്തിൽ ക്രിസ്തുവിൽ നമ്മുടെ പൊസിഷൻ എന്താണ് എന്നുള്ളതാണ് വളരെ വ്യക്തമായി ആദ്യത്തെ 3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനതിനെ വളരെ ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആരാണെന്നും നമ്മൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണെന്നും പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും പുത്രനാൽ വീണ്ടെടുക്കപ്പെട്ടവരെന്നും പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിടപ്പെട്ടവർ എന്നും പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൽ നമ്മുടെ പൊസിഷൻ എന്ത് എന്ന് വളരെ വ്യക്തമായി പറയുന്നതാണ് ആദ്യത്തെ 3 അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ 4, 5, 6 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയായിരിക്കണം നമ്മുടെ സ്വഭാവം? ഇവിടെയാണ് നമ്മുടെ തീം കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഈ 3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ പ്രധാനമായും 5 രീതിയിൽ നാം ഈ ലോകത്തിൽ നടക്കണം എന്നവിടെ പരിശുദ്ധാത്മ ഓർപ്പിക്കുക. 5 രീതിയിൽ നമ്മൾ നടക്കണം. ഒന്നാമത്തേത് എന്ന് പറയുന്നത് വാക്ക് ഇൻ വർത്തി ഓഫ് യുവർ കോളിംഗ് എന്ന് പറഞ്ഞാൽ, വിളിക്ക് യോഗ്യമാം വണ്ണം നാം എന്ത് ചെയ്യണം? നടക്കണം. ഒന്ന് ചേർന്ന് പറഞ്ഞേ, എങ്ങനെ നടക്കണം? വിളിക്ക് യോഗ്യമാം വണ്ണം നാം എന്ത് ചെയ്യണം? നടക്കണം. അത് 4-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെയാണ് നമുക്ക് ആ ഭാഗം കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ എങ്ങനെ നടക്കണം? വിളിക്ക് യോഗ്യമാം വണ്ണം നാം നടക്കണം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത് നാം വിശുദ്ധിയിൽ നടക്കണം, അല്ലെങ്കിൽ വാക്ക് ഇൻ പ്യൂരിറ്റി.
പ്യൂരിറ്റി, നാം വിശുദ്ധിയിൽ നടക്കണം, ഹോളിനെസ്സിൽ നടക്കണം. 4-ാം അധ്യായം 17-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തത് വോക്ക് ഇൻ ഹോളിനെസ്. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ തീം എടുത്തിരിക്കുന്ന 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവിടെ ലേഖകൻ ഇങ്ങനെ പറയുന്നത്, നാം ക്രിസ്തുവിൻ്റെ അനുകാരികളായി നാം എന്ത് ചെയ്യണം? മാറണം. ക്രിസ്തുവിനെ നാം അനുകരിക്കുന്നവരായി മാറണം. ഇത് പറഞ്ഞിട്ട് 3 രീതിയിൽ നടക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഒന്നാമത് നമ്മൾ കാണുന്നത് സ്നേഹത്തിൽ നടക്കുക, വാക്ക് ഇൻ ലവ്, സ്നേഹത്തിൽ നടക്കുക. അതാണ് 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നാം സ്നേഹത്തിൽ നടക്കുക. 4-ാമത്തെ കാര്യം അവിടെ പറയുന്നത് വാക്ക് ഇൻ ലൈറ്റ്, നാം വെളിച്ചത്തിൽ നടക്കുക. 5-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ആ ഭാഗം കാണാൻ കഴിയുന്നത്. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം ജ്ഞാനത്തിൽ എന്ത് ചെയ്യണം? നടക്കണം. അവിടെയാണ് നമ്മുടെ തീമിൻ്റെ കീ വാക്യം വരുന്നത്. നാം എങ്ങനെ നടക്കണം? ജ്ഞാനത്തിൽ എന്ത് ചെയ്യണം? നടക്കണം. 5-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യം. അപ്പോൾ 5 രീതിയിൽ നാം നടക്കണം. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ, യേശുവിൽ ക്രിസ്തുവിൽ വസിക്കുന്ന നാം ഓരോരുത്തരും, യുവജനങ്ങളും നമ്മുടെ മാതാപിതാക്കൾ, വിശ്വാസികൾ, നാം എല്ലാവരും 5 രീതിയിൽ നടക്കണം. നിങ്ങൾ എന്നോട് ചേർന്ന് പറയാമോ? 1, നാം എങ്ങനെ നടക്കണം? വിളിക്ക് യോഗ്യമാവണ്ണം നാം എന്ത് ചെയ്യണം? നടക്കണം. 2, വിശുദ്ധിയിൽ എന്ത് ചെയ്യണം? നടക്കണം. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം സ്നേഹത്തിൽ നടക്കണം. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് വെളിച്ചത്തിൽ നടക്കണം. 5-ാമത്തെ കാര്യമാണ് നമ്മൾ കാണുന്നത്, നാം ജ്ഞാനത്തിൽ എന്ത് ചെയ്യണം? നടക്കണം. ആ 5-ാമത്തെ ഭാഗത്താണ് നമ്മുടെ വാക്യം വരുന്നത്. ആകയാൽ നാം എന്ത് ചെയ്യണം? സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. അപ്പോൾ എന്താ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്? നാം എങ്ങനെ നടക്കേണ്ടത്? നാം ഒരിക്കലും അജ്ഞാനികളായിട്ടല്ല നാം നടക്കേണ്ടത്, മറിച്ച് നാം എങ്ങനെ നടക്കണം? ഒന്ന് ചേർന്ന് പറഞ്ഞു, നാം എങ്ങനെ നടക്കണം? ജ്ഞാനിയായിട്ട് എന്ത് ചെയ്യണം? നടക്കണം. നിങ്ങൾ ഈ വാക്യത്തെ ഒന്ന് നോക്കിയാൽ, ഈ വാക്യം ഒരു മുന്നറിയിപ്പാണ്, ഒരു വാണിംഗ്. നിങ്ങൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ കാണാറുണ്ട്, പല രീതിയിലുള്ള വാണിങ്ങുകൾ എന്ത് ചെയ്യാറുണ്ട്? നൽകാറുണ്ട്. എന്തിനാ ഈ വാണിംഗ് നൽകുന്നത്? വാണിംഗ് നൽകുന്നത്, ആ മുന്നറിയിപ്പിനെ നിങ്ങൾ അവഗണിച്ചാൽ അതൊരു പക്ഷേ എന്തിൽ ചെന്ന് ചാടും? വിപത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ അപകടത്തിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പല സ്ഥലങ്ങളിലും വാണിംഗ് ബോർഡ് നൽകിയിരിക്കുന്നതിൻ്റെ കാരണം, നിങ്ങൾ അതിലെ എന്ത് ചെയ്യരുത്? നടക്കരുത്. അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്? ചെയ്യരുത് എന്ന് പറയുന്നത് പോലെ പൗലോസ് ഇവിടെ ലേഖനത്തിൽ പറയും, നമുക്കൊരു വാണിംഗ് നൽകിയ. എന്താ വാണിങ്ങൾ? നാം എങ്ങനെ നടക്കരുത്? അജ്ഞാനികളായി എന്ത് ചെയ്യരുത്? നടക്കരുത്. ഒന്ന് ചേർന്ന് പറഞ്ഞ്, നാം എങ്ങനെ നടക്കരുത്? അജ്ഞാനികളായി എന്ത് ചെയ്യരുത്? നടക്കരുത്. അപ്പോൾ 5-ാം അധ്യായത്തിൽ 3 രീതിയിലാണ് പറയുന്നത്. 1, നാം സ്നേഹത്തിൽ നടക്കണം. അപ്പോൾ നാം എങ്ങനെ നടക്കേണ്ടത്? സ്നേഹത്തിൽ എന്ത് ചെയ്യണം? എങ്ങനെ സ്നേഹത്തിൽ നടക്കേണ്ടത് എന്ന് ആ ലേഖൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ. എങ്ങനെ സ്നേഹിച്ചത്? കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. ആ മരിച്ചതിലൂടെ തൻ്റെ സ്നേഹം ആരിലേക്ക് നൽകി? നമ്മളിലേക്ക് നൽകി. ആ സ്നേഹത്തിൽ നാം എന്ത് ചെയ്യണം? നാം നടക്കുന്നവരായി മാറണം. 2-ാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, നാം എങ്ങനെ നടക്കണമെന്നറിയാമോ? വെളിച്ചത്തിൽ എന്ത് ചെയ്യണം? നടക്കണം. പഴയ മനുഷ്യനെ നാം കളഞ്ഞിട്ട്, അല്ലെങ്കിൽ പഴയ മനുഷ്യൻ്റെ സ്വഭാവത്തെ നാം കളഞ്ഞിട്ട്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ, വെളിച്ചത്തിൽ നാം എന്ത് ചെയ്യണം? നടക്കണം. 3-ാമത്തെ കാര്യം പറയുക, നാം എങ്ങനെ നടക്കണം? ജ്ഞാനത്തിൽ എന്ത് ചെയ്യണം? നടക്കണം. നിങ്ങളെ വാക്യത്തെ ഒന്ന് വായിച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മൾ ജ്ഞാനത്തിൽ നടക്കണം എന്ന് ലേഖനോട് പറയുന്നുണ്ട്. അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ. അടുത്ത വാക്യത്തിൽ പറയുക, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ എന്ത് ചെയ്യണം? അപ്പൊ എന്തുകൊണ്ടാണ് ജ്ഞാനത്തിൽ നടക്കാൻ പറയുന്നതിന്റെ കാരണം? ഇതേത് കാലമാ? ഒന്ന് ചേർന്ന് പറഞ്ഞേ. ഇത് ദുഷ്കാലമാ, അല്ലെങ്കിൽ ഈവിൾ ഡേയ്സ് എന്നാ പറയുന്നത്. ഇത് ദുഷ്കാലമാകിയാൽ
നിങ്ങൾ എങ്ങനെ നടക്കണം? ജ്ഞാനത്തിൽ എന്ത് ചെയ്യണം? നടക്കണം. അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ഇത് ദുഷ്കാലമാണ് എന്ന് പറയാനുള്ള കാരണം? നിങ്ങൾ എഫീസ് ലേഖനം തന്നെ വായിക്കുമ്പോൾ 3 പ്രധാന ചിന്തകൾ അവിടെ തന്നെ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത് ദുഷ്കാലമാണ് എന്ന് പറയാനുള്ള കാരണം. അതിൽ 2 പ്രധാന ചിന്തകൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് കടപ്പാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ധാർമ്മികമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അതുകൊണ്ട് ലേഖകൻ പറയുകയാണ്, ഇതെന്താകുന്നു? ദുഷ്കാലമാകുന്നു. ആ വാക്യങ്ങളിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ബൈബിൾ നോക്കിക്കേ. 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അപ്പോൾ പൗലോസോട് പറയുക, ദുഷ്കാലമാണ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഇതേതിൻ്റെ കാലമാ? ദുർനടപ്പിൻ്റെ കാലമാ. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, അശുദ്ധിയും അത്യാഗ്രഹവുമുള്ള കാലമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ, എന്തുകൊണ്ടാ ദുഷ്കാലം എന്ന് പറയാൻ കാരണം? നാം ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് വളരെ മലിനമായ ഒരു ലോകമാണ്. എന്ന് പറഞ്ഞാൽ നമ്മെ വിശുദ്ധിയിൽ നിന്ന് അകറ്റുന്ന, ദൈവികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അകറ്റുന്ന, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുന്ന, ദൈവികമല്ലാത്ത പ്രവർത്തികളിൽ നാം ഏർപ്പെടുവാൻ നമ്മെ പ്രലോഭിപ്പിക്കുന്ന ഈ ഒരു ലോകത്തിലാണ് നാം എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അവിടെയാണ് പൗലോസ് പറയുന്നത്, അങ്ങനെയുള്ള ലോകത്തിൽ നിങ്ങൾ എങ്ങനെ നടക്കണം? നിങ്ങൾ ജ്ഞാനികളായി എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോകത്തിൽ നിങ്ങൾ എങ്ങനെ നടക്കണം? നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ നല്ലതിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങളെ ചീത്ത സ്വഭാവങ്ങളിലേക്ക് എന്ത് ചെയ്യുക? ഒരു പക്ഷേ നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് പറയാൻ താല്പര്യമില്ലാത്തത് പറയാൻ നമ്മെ എന്ത് ചെയ്യാറുണ്ട്? നമ്മെ പ്രേരിപ്പിക്കാറുണ്ട്. ഒരു സ്ഥലത്ത് നമുക്ക് പോകാൻ താല്പര്യമില്ല, പക്ഷേ അവിടേക്ക് പോകാൻ നമ്മളെ എന്ത് ചെയ്യാറുണ്ട്? താല്പര്യപ്പെടുത്താറുണ്ട്. ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ല എങ്കിലും നമ്മെ ചെയ്യുവാൻ അവർ എന്ത് ചെയ്യാറുണ്ട്? നിർബന്ധിക്കാറുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. നമ്മുടെ ദൈവവചനത്തിനും നാം വിശ്വാസികൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത പല കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നയിക്കാറുണ്ട്. അവിടെയാണ് ലേഖകൻ പറയുന്നത്, നിങ്ങൾ അവിടെ ആരായി മാറരുത്? അജ്ഞാനികളായി എന്ത് ചെയ്യരുത്? മാറരുത്. ഈ അജ്ഞാനി എന്ന വാക്ക് നമുക്കവിടെ കാണുമ്പോൾ കുറച്ചും കൂടെ സ്വീറ്റായിട്ടൊക്കെ തോന്നും. പക്ഷേ അതിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ മൂഢന്മാരാകരുത് എന്നുള്ളതാണ്. നിങ്ങൾ വിഡ്ഢികൾ ആകരുത് എന്നുള്ളതാണ്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, വിഡ്ഢികളാകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? അവർ മാത്രം ഒന്ന് കൈ ഉയർത്തിക്കേ. ഒരു കാര്യം വളരെ വ്യക്തമായി, YP സ്റ്റേറ്റ് ക്യാമ്പിന് വന്ന ഒരാൾക്ക് പോലും ആരാകാൻ താല്പര്യമില്ല? വിഡ്ഢിയാകാൻ എന്തില്ല? അപ്പൊ വിഡ്ഢിയാകണ്ട എങ്കിൽ നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ കാലം ഏതാന്ന് തിരിച്ചറിഞ്ഞ് നാം എന്തിൽ നടക്കണം? ജ്ഞാനികളായിട്ട് ദൈവവചനത്തിൽ നാം എന്ത് ചെയ്യണം? നടക്കുന്നവരായി മാറണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുകയാണ്, ഈ കാലത്തിൻ്റെ പ്രത്യേകത ഇത് ദുർനടപ്പം. പ്രത്യേകിച്ച് നമ്മൾ വായിക്കുമ്പോൾ സെക്ഷുവൽ ഇമ്മോറാലിറ്റി എന്നാണ്, ലൈംഗികമായുള്ള പാപങ്ങൾ, ഇങ്ങനെയുള്ള പാപങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ട്സിനോടുള്ള നമ്മുടെ ചാറ്റിങ്, നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ, നമ്മൾ യൂട്യൂബിൽ തുറക്കുമ്പോൾ ഒരുപക്ഷെ നമ്മെ നയിക്കുന്നത് ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു കാര്യങ്ങളിലേക്കായിരിക്കും. അവിടെയാണ് പറയുന്നത്, നിങ്ങൾ ജ്ഞാനികളാണോ അജ്ഞാനികളാണോ എന്ന് തിരിച്ചറിയുന്നത് അവിടെയാണ്. നിങ്ങൾ ആ സൈറ്റിലേക്ക് പോകാതെ നിങ്ങളുടെ ചാറ്റിങ്ങിൽ ദൈവഹിതമല്ലാത്തത് വന്നാൽ, നിങ്ങളുടെ സംസാരത്തിനകത്ത് ദൈവത്തിന് ഹിതമല്ലാത്ത വന്നാൽ നിങ്ങൾ ആരായി മാറുക? നാം അജ്ഞാനികളായി മാറുക. അവിടെയാണ് നമുക്കുള്ള മുന്നറിയിപ്പ്, നിങ്ങളുടെ കാലടികൾ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എങ്ങനെയാ സൂക്ഷിക്കേണ്ടത്? നാം പറയേണ്ടതിനോട് നോ പറയാൻ നാം എന്ത് ചെയ്യണം? ഒരുപക്ഷെ നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ നിന്ന്
നോ പറയുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരുടെ കളിയാക്കി വേണേൽ പറയും, വലിയ വിശുദ്ധൻ വന്നിരിക്കുന്നു അല്ലേ, വലിയ വിശുദ്ധി വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മളെ എന്ത് ചെയ്യും, കളിയാക്കി പറയാനും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ലോകം നമ്മെ കളിയാക്കുന്നതല്ല പ്രധാനം, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറയുന്നത് ദൈവം തന്ന ദൈവവചനത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. ഈ ക്യാമ്പിനകത്ത് ദൈവദാസന്മാർ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യം ഏതാ, ഇങ്ങനെയുള്ള ഈ ദുഷ്കാലമായ കാലത്തിൽ നിങ്ങൾ ആർക്ക് വേണ്ടി നിൽക്കണം? ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? നിൽക്കണം. അതുകൊണ്ടാണ് അതിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി എന്ത് ചെയ്യണം? മാറണം. എന്തിനാ ആത്മാവ് നിറയുന്നത്? ആത്മാവ് നിറയുന്നത് നിങ്ങൾ ചർച്ചിൽ പോകുമ്പോൾ അന്യഭാഷ പറയാൻ മാത്രമല്ല, നിങ്ങൾ ചർച്ചിൽ വരുമ്പോൾ സ്തോത്രം പറയാൻ മാത്രമല്ല, മറിച്ച് ആത്മാവ് നിറയണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട സാരം എന്ന് പറയുന്നത് ദൈവഹിതമല്ലാത്ത, ദൈവപ്രവർത്തിക്കും ചേരാത്ത നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തികളിലേക്ക് നമ്മെ പ്രലോഭിപ്പിക്കുമ്പോൾ അതിനോട് നോ പറയാനാണ് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വേണ്ടത്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അതിനോട് നോ പറയാനാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മെ എന്ത് ചെയ്യേണ്ടത്? നിറയ്ക്കേണ്ടത്. അതുകൊണ്ട് ഈ ക്യാമ്പിൽ കടന്നു വന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങനെ ഒരു ആത്മാവിനാൽ എന്നെ എന്ത് ചെയ്യണമേ, ദുഷ്കാലമാകിയാൽ അതിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതമല്ലാത്തതിനോട് നോ പറയാൻ എന്നെ നിറയ്ക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു? നിങ്ങൾ അങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. വേണ്ടാത്ത ഒരു സംസാരത്തിന് പോകേണ്ടി വരുമ്പോൾ പറയണം, കർത്താവേ അതിനോട് നോ പറയാൻ എനിക്ക് ദൈവത്തിൻ്റെ കൃപ തരണമേ. വേണ്ടാത്ത ഒരു സൈറ്റിലേക്ക് എന്നെ പ്രലോഭിപ്പിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ അതിനോട് നോ പറയാൻ എന്നെ സഹായിക്കണമേ. കൂട്ടുകാർ നിങ്ങളെ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ, അവർ നിങ്ങളെ ചെല്ലുവാൻ പ്രലോഭിപ്പിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയണം, കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് അതിനോട് നോ പറയാൻ എനിക്കൊരു കൃപ തരണമേ എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ രാവിലത്തെ സെക്ഷനിൽ തന്നെ ഞാൻ നിങ്ങളോട് എൻ്റെ ഹൃദയം തുറന്ന് പറയാം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ നോ പറയാനുള്ള ഒരാർജവം ഇന്ന് പകൽ എൻ്റെ മേൽ പകരണമേ എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവവചനത്തിന് വിരുദ്ധമായി, ദൈവപ്രമാണത്തിന് വിരുദ്ധമായി, കർത്താവിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എൻ്റെ മുൻപിൽ വരുമ്പോൾ അതിനോട് നോ പറയാൻ, അതിനോട് നോ പറഞ്ഞ് ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്ന എത്ര കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്? അവരൊന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എന്നിട്ട് പറ കർത്താവിനോട്, ദൈവമേ അങ്ങനെ ഒരു ആത്മാവിനാൽ എന്നെ എന്ത് ചെയ്യണമേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതെന്താ? ദുർനടപ്പും അശുദ്ധിയും ദ്രവ്യാഗ്രഹവുമുള്ള ഒരു കാലഘട്ടമാണ്. രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തെ എന്തുകൊണ്ടാണ് ദുഷ്കാലം എന്ന് പറയാൻ കാരണം 11-ാം വാക്യത്തിന് 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നത്, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവയെ എന്താ ചെയ്യേണ്ടത്? ശാസിക്കുക അത്ര വേണ്ടത്. എന്താ ഇരുട്ടിൻ്റെ പ്രവർത്തികൾ? നിങ്ങൾ ആ അധ്യായം തന്നെ വായിച്ചാൽ, നിങ്ങൾ ബൈബിൾ എൻ്റെ കൂടെ തുറക്കണമേ, 5-ാം അധ്യായത്തിൽ നിങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 5-ാം വാക്യം മുതൽ ഇവിടെ പറയുക, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധി, ദിവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെയും രാജ്യത്തിൽ എന്തില്ല? അവകാശമില്ല. 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. എന്തൊക്കെയാണെന്നറിയാമോ? അവിടെ പറയുക, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും എന്ത് ചെയ്യരുത്. മറിച്ച് നമ്മുടെ നാവിൽ നിന്ന് എന്തേ വരാവുള്ളൂ? നമ്മുടെ നാവിൽ നിന്നേ വരാവുള്ളൂ. ഞാനത് വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെ പൗലോസ് നമ്മളോട് ഓരോരുത്തരും പറയുക, നമ്മുടെ വായിൽ നിന്ന് എന്ത് വരരുത്? ചീത്തത്തരം. അവിടെ വാക്യം നോക്കിയ, ചീത്തത്തരം, അടുത്തത് എന്താ? പൊട്ടച്ചൊല്ല്, കളിവാക്ക്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്. ചില സമയങ്ങളിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താണെന്ന് കണ്ട, ഞാനത് പറഞ്ഞപ്പോൾ ചിലരൊക്കെ ചിരിക്കുന്നു. മമ്മി ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ തിരിച്ചെന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മുടെ സാറുമാരോ നമ്മുടെ ടീച്ചർമാരോ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ട് നമ്മൾ തിരിച്ചെന്ത് ചെയ്യുക? അവിടെ പൗലോസ് പറയുക, നമ്മളോട് പറയുക, നമ്മുടെ നാവുകൾ നമ്മുടെ നാവിനെ നാം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നമ്മുടെ നാവിൽ എന്തേ വരാവുള്ളൂ? സ്തോത്രം എന്ന യാഗമേ എന്ത് ചെയ്യാവുള്ളൂ? നമ്മുടെ വായിൽ എന്ത് ചെയ്യാവുള്ളൂ?
വരാവുള്ളൂ. അവിടാണ് അവസാന വാക്യത്തിൽ പറയുന്നത്, ആത്മാവിനാൽ എന്ത് ചെയ്യണം? നിറയണം. എന്തിനാ ആത്മാവിനാൽ നിറയേണ്ടത്? ഈ ആവശ്യമില്ലാത്ത വാക്കുകൾ നമുക്ക് പറയേണ്ട സാഹചര്യം വരുമ്പോൾ അതിനോട് നമുക്ക് നോ പറയാൻ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ, ഒരു കാര്യം ഞാൻ യാഥാർത്ഥ്യം പറയാം. നമ്മുടെ സ്വയമായ ആ ശൈലി കൊണ്ട് നമുക്കിതിനെ മാറ്റാൻ കഴിയത്തില്ല. നമുക്ക് ദേഷ്യം വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ വായ കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കാം. അതൊരു പക്ഷേ ദൈവത്തിന് ഇഷ്ടമല്ലാതാകാം. നമ്മുടെ സ്വയമായ രീതി കൊണ്ട് അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, മാറ്റാൻ കഴിയത്തില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ എങ്ങനെ നിറയുന്നവരായി മാറണം? ആത്മാവ് എന്ത് ചെയ്യണം? അപ്പോൾ ആത്മാവ് നിറഞ്ഞവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ആരാ ഗൈഡ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ആത്മാവായി ഗൈഡ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഗൈഡ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കരുതാത്ത ഒന്നിനകത്തും ചെന്ന് ചാടാൻ എന്ത് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇന്ന് ഈ YP ക്യാമ്പ് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പലതും ദൈവത്തിന് ഹിതമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളോടാകാം, നിങ്ങളുടെ സഭയിലെ പ്രിയപ്പെട്ടവരോടാകാം, നിങ്ങളുടെ കൂട്ടുകാരോടാകാം, നിങ്ങളുടെ സ്കൂളുകളിലാകാം. പക്ഷെ ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങനെ ഒരു വാക്ക് പറയുവാൻ എൻ്റെ നാവിനെ ഇനി ഇടയാക്കരുത് എന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അവിടാണ് രൂപാന്തരം ഉണ്ടാകേണ്ടത്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകേണ്ടത്. ആ മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോഴാണ് നാം വേണ്ടാത്തതിനോട് നോ പറയാൻ ദൈവം നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ലേഖകൻ പറയുക, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ നടപ്പുകളെ സൂക്ഷിക്കേണ്ടത്? ഇതെന്ത് കാലമാ? ദുഷ്കാലമാകെ. എന്നിട്ട് അടുത്തൊരു വാക്യം കൊണ്ട് നോക്കി, അതുകൂടെ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ദുഷ്കാലമാകിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്ത വാക്യം നോക്കി, വായിച്ച് നോക്കി, സമയം തക്കത്തിൽ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് ദുഷ്കാലമാകുമെന്ന് പറയാൻ കാരണം, ഇത് ദുർനടപ്പിൻ്റെ കാലമാണ്, ദ്രവ്യാഗ്രഹത്തിൻ്റെ കാലമാണ്. ഇത് പൊട്ടച്ചൊല്ലിൻ്റെയും കളിവാക്കിൻ്റെയും ദൈവഹിതമില്ലാതെ നടക്കുന്ന പ്രവർത്തികളുടെ ഒരു കാലഘട്ടമാണ്. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ താമസിക്കുന്ന ഈ സമയം അതേ സമയം തന്നെ അവിടെയാണ് പറയുന്നത്, നിങ്ങൾ സൂക്ഷ്മരായിരിക്കണം. എന്നിട്ട് പറയുകയാണ്, അടുത്തൊരു പദം അവിടെ പറയുകയാണ്, സമയം എന്ത് ചെയ്യണം? തക്കത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ കേട്ടോണേ, സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ലോക്കിൻ്റെ ആ സമയത്തെ കാര്യത്തെക്കുറിച്ച് അല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കുറച്ചും കൂടി ഇംഗ്ലീഷിൽ അത് വളരെ വ്യക്തമായി, റെഡീം ദ ടൈം എന്ന് പറഞ്ഞാൽ ടൈമിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം. അവിടെ പൗലോസ് പറയുന്നത്, ആ സമയത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം. വീണ്ടെടുക്കണം എന്ന് പറഞ്ഞതിന് അർത്ഥം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സമയം എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുക, നിങ്ങൾ ആ സമയത്തെ എന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടെടുക്കണം. എങ്ങനെ വീണ്ടെടുക്കേണ്ടത്? എങ്ങനെ നാം വീണ്ടെടുക്കേണ്ടതെന്ന് അറിയാമോ? പ്രധാനമായും ആ ലേഖനത്തിൽ നിങ്ങൾ വായിച്ചാൽ 3 കാര്യങ്ങളാണ് ഞാൻ സമയത്തെ വീണ്ടെടുക്കേണ്ട കാര്യം പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ വായിപ്പിക്കുന്നില്ല, 5-ാം അധ്യായം 18 മുതൽ 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവിൽ വളരുവാൻ നിങ്ങൾ സമയത്തെ എന്ത് ചെയ്യണം? എന്തിനാ സമയത്തെ വീണ്ടെടുക്കേണ്ടത്? കർത്താവിൽ എന്ത് ചെയ്യണം? വളരണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തെ ആഗ്രഹം നമ്മൾ എങ്ങനെ ആയിരിക്കണം? നാം ആര് വളരണം? കർത്താവിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? എങ്ങനെയാ കർത്താവിൽ വളരുന്നേ? ദൈവം തരുന്ന ഓരോ അവസരവും ആർക്ക് വേണ്ടി ഉപയോഗിക്കണം? കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? ഇന്ന് നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ അവധിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഊട്ടിയും കൊടൈക്കനാലിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പാർക്കിലൊക്കെ പോയി എൻജോയ് ചെയ്യുന്നൊരു സമയമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ അവർ വാട്സപ്പിൽ നിങ്ങൾക്ക് അവിടെ പോയതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് തന്ന് നിങ്ങളെ കൊതിപ്പിക്കുമായിരിക്കും. ഇതെല്ലാം വിട്ടിട്ട് നിങ്ങളെവിടെ വന്നിരിക്കുക? ഈ ക്യാമ്പിന് വന്നെന്ത് ചെയ്യുക? എന്തിനാ ഇതിൻ്റെ പുറകിലുള്ള ചേതോവികാരം എന്നറിയോ? മറ്റുള്ളവരെ കാണാൻ മാത്രമല്ല, മറിച്ച് ഇതിൻ്റെ പുറകിലുള്ളൊരു ചേതോവികാരം എന്ന് പറയുന്നത് എനിക്ക് ആരിൽ വളരണമെന്നുള്ളതാ. ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? അവിടെ ലേഖകൻ പറയുക, ദൈവം തരുന്ന ഓരോ അവസരവും നാം ക്രിസ്തുവിൽ വളരാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? എങ്ങനെ നമുക്ക് വളരാൻ കഴിയുന്നത്? പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ, ദൈവശബ്ദം കേൾക്കുന്നതിലൂടെ നമുക്ക് ആര് വളരാൻ കഴിയും? ക്രിസ്തുവിൽ എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ഇന്ന് തന്നെ നോക്കിക്കേ, 9 മണിക്ക് സെക്ഷൻ തുടങ്ങി. നമ്മുടെ മനസ്സിൽ പലരുടെയും ചിന്ത എന്നാണെന്നറിയാമോ? പയ്യൊക്കെ അങ്ങോട്ട് കയറിയാൽ. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ?
നേരത്തെ അങ്ങോട്ട് ചെന്നിട്ടൊന്നും വലിയ കാര്യം. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഇവിടെ ലഭിച്ചൊരു അവസരത്തെ നാം സമയം കളയുക. എന്തിനു വേണ്ടി? വളരാൻ ലഭിച്ചൊരു അവസരം നാം എന്ത് ചെയ്യുക? പക്ഷേ വളരണമെന്ന് ആഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്ന അറിയാമോ? 8:30 എന്നൊരു സമയം പറഞ്ഞാൽ 8:30-ക്ക് മുൻപോട് വരും. അവരാഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? എനിക്ക് കിട്ടുന്ന ഓരോ അവസരത്തിലും എനിക്ക് ആരിൽ വളരാൻ കഴിയണം? ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? ഇവിടെ ലഭിക്കുന്ന ഓരോ പോയിന്റുകളും ഓരോ ദൈവവചനങ്ങളും അതെന്നെ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ഞാൻ ദൈവമക്കളോട് കുഞ്ഞുങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ മറ്റെന്തിനേക്കാട്ടിലും ഏറ്റവും പ്രാധാന്യം ദൈവവചനത്തിന് കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ ഭാവി ഏറ്റവും അനുഗ്രഹമായി മാറും. ഞങ്ങളൊക്കെ ഇതുപോലെ ഇവിടെ നിൽക്കുന്നതിൻ്റെ പുറകിൽ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ അവർ ഞങ്ങളെ ദൈവവചനത്തിൽ വളർത്തി എന്നുള്ളതാണ്. ഞങ്ങളും നിങ്ങളെപ്പോലെ കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങളും നിങ്ങളെപ്പോലെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിച്ചതാണ്. മുൻപിൽ ഞങ്ങൾക്കും പ്രലോഭനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ഞങ്ങൾ ഇങ്ങനെ ദൈവവചനം അവിടെ നിൽക്കാനുള്ള കാരണം, ഈ ദൈവദാസന്മാരൊക്കെ ഈ സ്റ്റേജുകളിൽ വന്നിരിക്കാനുള്ള കാരണം, ഈ സദസ്സിൻ്റെ കൂട്ടിലും ദൈവദാസന്മാരുണ്ട്, അവരൊക്കെ വന്നിരിക്കാനുള്ള കാരണം അവർക്ക് ലഭിച്ച ഓരോ അവസരവും അവർ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും പറയാം, നിങ്ങൾ പഠിക്കുന്ന വാക്യങ്ങൾ അത് ബൈഹാർട്ടാക്കാൻ മാത്രമല്ല, മറിച്ച് ദൈവത്തോട് പറയണം, കർത്താവേ അതെൻ്റെ ജീവിതത്തിൽ ഹൃദ്യസ്ഥമാക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്നുള്ളത്. അപ്പോൾ ഒന്ന്, നാം എന്തിനാ വീണ്ടെടുക്കേണ്ടത്? നാം ദൈവത്തിൽ വളരുവാൻ നാം എന്ത് ചെയ്യണം? സമയത്ത് എന്ത് ചെയ്യണം? രണ്ടാമത്തത് 5-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നത്, റിഡീം ഓപ്പർച്യൂണിറ്റീസ് ടു വാക്ക് ഇൻ ഹോളിനെസ്. വിശുദ്ധിയിൽ നടക്കുവാൻ സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ കേട്ടോ വാക്ക്, വിശുദ്ധിയിൽ എന്ത് ചെയ്യണം? എന്താ വിശുദ്ധി എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി എന്ത് ചെയ്യണം? നാം എങ്ങനെ ചെയ്യണം? നിൽക്കാൻ എന്ത് ചെയ്യണം? അരുതാത്തതിനോട് നോ പറയാൻ, വേണ്ടാത്ത സംസാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾക്കകത്തെല്ലാം എന്താകണം? പലപ്പോഴും നമ്മുടെ വിശുദ്ധി എവിടെയാണെന്നറിയാമോ? നമ്മൾ ഈ ചാപ്പലിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പക്ഷെ ഇതിന് പുറത്തോട്ടിറങ്ങിയാലോ? അവിടെ പൗലോസ് പറയുന്നത് ഓരോ നിമിഷം നിങ്ങൾ എങ്ങനെ വിശുദ്ധിയിൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യാനായിരിക്കും വരുന്നത്. അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങനെ ഒന്ന് ചെയ്യുവാൻ എന്നെ എന്ത് ചെയ്യരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ ഒന്ന് ചെയ്യുവാൻ എന്നെ എന്ത് ചെയ്യരുത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നാം എങ്ങനെ വളരുന്നവരായതാണ് വിശുദ്ധിയിൽ എന്ത് ചെയ്യണം? അതിനാ നാം സമയത്ത് എന്ത് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, അതിൻ്റെ 4-ാം അധ്യായം 29-ാം വാക്യത്തിലും 5-ാം അധ്യായം 8-9 വാക്യങ്ങളും പറയുന്നുണ്ട്, റിഡീം ഓപ്പർച്യൂണിറ്റി ടു ഇൻഫ്ലുവൻസ് അതേഴ്സ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെക്കുറിച്ച് എന്നാ പറയുന്നത്? ഓ വരുന്നുണ്ടോ തലവേദന ഇന്ന്? അങ്ങനെയാണോ പറയുന്നത്? അവന് നിങ്ങോട്ട് വരാതിരുന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണോ പറയുന്നത്? ആണോ? അങ്ങനല്ല പറയേണ്ടത്. നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളിൽ മറ്റുള്ളവർ ആരെ കാണണം? ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് സ്വാധീനിക്കാൻ എന്ത് ചെയ്യണം? കഴിയണം. അതിനാണ് നമ്മുടെ സമയത്ത് എന്ത് ചെയ്യണം? സ്കൂളിൽ ദൈവം തരുന്ന സമയങ്ങൾ അതൊരിക്കലും നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വിടരുത്. സ്കൂളിൽ ദൈവം ലഭിക്കുന്ന സമയങ്ങൾ നിങ്ങൾ ആരെക്കുറിച്ച് പറയുന്നവരായി മാറണം? യേശുവിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് അവിടെ പൗലോസ് പറയുക, നിങ്ങൾ ആരായി മാറണം? അജ്ഞാനികളായിട്ടല്ല മാറേണ്ടത്, മറിച്ച് എങ്ങനെയുള്ളവരായി മാറണം? ജ്ഞാനിയായിട്ട് എന്ത് ചെയ്യണം? ആ ജ്ഞാനിയുടെ ലക്ഷണമാണ് അവിടെ പറയുന്നത്. ഒന്ന്, സൂക്ഷ്മതയോടെ നടക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയത്തെക്കുറിച്ച് ഗൗരവമുള്ളവനാണ്. മൂന്നാമത്തെ കാര്യം, സമയമില്ലാത്തതുകൊണ്ട് പറയുക, കർത്താവിൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിയുന്നവൻ. നാലാമത്തെ കാര്യം, ആത്മാവ് നിറഞ്ഞവനാ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബന്ധങ്ങളിൽ പോലും നാം വിധേയത്വം ഉള്ളവരാണ്. അങ്ങനെയെങ്കിൽ ഈ തീം വളരെ ആനുകാലികമായൊരു തീമാണ്. നാം ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ദുഷ്കാലമാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നല്ലതായൊരു കാര്യമല്ല. പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ എത്ര പേർ ദൈവസന്നിധി പ്രാർത്ഥിക്കും, കർത്താവേ ഇങ്ങനെ ഒരു കാലത്തിൽ സൂക്ഷ്മതയോടെ അജ്ഞാനിയായിട്ടല്ല ജ്ഞാനിയായിട്ട് ജീവിപ്പാൻ അങ്ങയുടെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ എന്ന് നിങ്ങൾ എത്ര പേർ ദൈവസന്നിധി പ്രാർത്ഥിക്കും? എൻ്റെ സമയം ഇവിടെ അവസാനിച്ചു. പക്ഷെ ഒരു നിമിഷം ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കുക,
നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവേ, നോ പറയേണ്ടതിനോട് നോ പറയാൻ ഒരാത്മാവിനെ എൻ്റെ മേൽ പകരണമേ. വേണ്ടാത്ത സംസാരിക്കേണ്ട വരുമ്പോൾ അതിനോട് നോ പറയാൻ ഒരാത്മാവിനെ എൻ്റെ മേൽ പകരണമേ. വിശുദ്ധി അല്ലാത്ത കാര്യങ്ങൾ എൻ്റെ മുൻപിൽ വരുമ്പോൾ വിശുദ്ധിയോടെ ജീവിപ്പാൻ ഒരാത്മാവിനെ എൻ്റെ മേൽ പകരണമേ എന്ന് നിങ്ങൾ എത്ര പേർ ദൈവസന്നിധി പ്രാർത്ഥിക്കും? ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാമോ? ഈ രാവിലത്തെ സെക്ഷനിൽ തന്നെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങനെയെങ്കിൽ ആ ആത്മാവിനാൽ ഇന്ന് പകൽ എന്നെ നിറയ്ക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവരും കണ്ണുകളെ ദൈവത്തിന് അടച്ച്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതമില്ലാത്ത വന്നിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് ഇതിനകത്ത് എത്ര പേർക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കഴിയും? നിങ്ങൾ ഹൃദയം തുറന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നടക്കാൻ, സമയത്തെ തക്കത്തിൽ ഉപയോഗിപ്പാൻ, സൂക്ഷ്മതയോടെ നടപ്പാൻ എന്നെ ഇടയാക്കണമേ എന്ന് ദൈവസന്നിധി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഒരു നിമിഷം നിങ്ങളുടെ അതരങ്ങളെ തുറന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഈ രാവിലത്തെ സെക്ഷനിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇന്ന് പകൽ നിറയട്ടെ. ആത്മസാന്നിധ്യം കൊണ്ട് ഇന്ന് പകൽ ദൈവസന്നിധി നിറയട്ടെ. നിങ്ങൾ ഒരുമിച്ച് വാ തുറന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ച്, കർത്താവേ, നോ പറയേണ്ടതിനോട് നോ പറയാൻ, വേണ്ടാത്തതിൽ ഒരിക്കലും സംസാരിപ്പാൻ ഇടയാക്കാതെ കർത്താവിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് എത്ര പേർ ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മുൻകാലങ്ങൾ എങ്ങനെയുള്ളതൊന്നും നല്ലതല്ല. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന് മുമ്പിൽ, കർത്താവേ, ഞാൻ ഈ വാണിങ്ങിന് മുമ്പ് എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് അങ്ങയുടെ ആത്മാവിനാൽ നിറയണം. ദൈവസന്നിധി ദൈവവചനത്തിനനുസരിച്ച് ജീവിപ്പാൻ ഉള്ളവരെ കറേജിന് വേണ്ടി അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കണം, അവരാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ദൈവസന്നിധി പറയുന്ന കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ ആരുടെ നിർബന്ധമില്ല, നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോകുക. ഇത് നിങ്ങൾ എടുക്കുന്നത് ഒരിക്കലും നിങ്ങൾ ആരുടെ നിർബന്ധപ്രകാരമല്ല. പക്ഷേ ഒരാളെ ഉള്ളെങ്കിൽ പോലും, രണ്ടുപേരെ ഉള്ളെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടപെട്ട്, കർത്താവേ, അജ്ഞാനമായത് ഫലം ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാൽ ജ്ഞാനിയായി നടപ്പാൻ ഒരു ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ എന്ന് ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? ഒരു നിമിഷം ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോകുക. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല തീമിനായ സ്തോത്രം. സൂക്ഷ്മതയോടെ ഞങ്ങളുടെ കാലടികളെ സൂക്ഷിപ്പാൻ അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ നൽകിയ ആ സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും കർത്താവേ, ഞങ്ങൾ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ, ദുഷ്കാലമായി ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അജ്ഞാനത്തിൻ്റെ പ്രവൃത്തികൾ വന്നിട്ടുണ്ട്. എന്നാൽ ജ്ഞാനിയായി ജീവിപ്പാൻ ഒരു ആത്മാവിനെ ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകൾ അവരുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ ദൈവാത്മാവ് ക്ഷമിച്ച് കർത്താവിൻ്റെ ആത്മാവിനാൽ ദൈവം നിറയ്ക്കണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വളരെ ജ്ഞാനത്തോടെ ദൈവഹിതം അനുസരിച്ച് സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ച് കർത്താവിന് വേണ്ടി നിൽപ്പാനുള്ള ദൈവത്തിൻ്റെ കൃപ ദൈവം നൽകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.